പ്രതി ഹിരൺദാസ് 30 വയസ്സുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട് മുളങ്ങുന്നത്തുകാവ്. അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മുടെ ഈ കേസിലൊരു റിലേഷൻ വരുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസ് ഓർ UK പൗരത്വമുള്ള ആൾക്കാരാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെന്നാണ് പുള്ളി തന്നെ പറയുന്നത്. അപ്പോൾ അതിന് അഡ്രസ്സ് ട്രേസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ഫോളോ ചെയ്യുന്ന ബന്ധമുണ്ട്. അപ്പോൾ അത് ട്രേസ് ചെയ്യാമെന്നുള്ളൊരു ഇൻഫർമേഷൻ തൽക്കാലം ഇപ്പോൾ നമുക്ക് ഈ ചോദ്യം ചെയ്യൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ചോദ്യം ചെയ്യലുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ നിലവിൽ അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോവാണ്. അതിന് മുമ്പ് മെഡിക്കൽ എടുക്കണം. നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ശ്രീലങ്കൻ പൗരനല്ല അദ്ദേഹം. ഈ ശ്രീലങ്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ വളരെയധികം ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ. ഇദ്ദേഹത്തിന്റെ അമ്മയും ശ്രീലങ്കൻ ഈ നമ്മുടെ ഹിരൺദാസിന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അപ്പോൾ അത് ഓൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ അതും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്, വിയ്യൂരിനടുത്തൊരു സ്ഥലത്താണ് ഒരു ജ്വല്ലറിയിലാ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇദ്ദേഹത്തിന് മദ്രാസിൽ ഒരു ഗാനമേള, ഇവരുടെ ഈ റാപ്പ് പരിപാടി അതിൽ ഇടയ്ക്ക് ഒരു ആരാധകൻ കൊടുത്തതാണ്. അപ്പോൾ അവർ അയാൾ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിൽ തന്നെ UK ഫ്രാൻസ് പൗരത്വമുള്ളവരാണ്. അത് ഇവരുടെ ഈ ശ്രീലങ്കൻ നിന്ന് ഇവർ സംസാരത്തിന്റെ ഭാഷയിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഫ്രാൻസ് ഓർ UK പൗരന്മാരാണ്. ശ്രീലങ്കയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാണ്. അതിലാണ് അവർ കുറച്ച് പേര് 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് ഡയറക്റ്റ് അവരുമായിട്ട് ബന്ധം അങ്ങനെ ഡയറക്റ്റ് എന്നുള്ള ബന്ധമില്ല, ജസ്റ്റ് അന്നുള്ള ബന്ധമുണ്ട്. പക്ഷേ അവർക്ക് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ബന്ധമുണ്ടെന്നാണ് പുള്ളി ആദ്യത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വകുപ്പ് ജസ്റ്റ് ഹണ്ടിങ് 9 ഹണ്ടിങ് ആണ് ഇമ്പോർട്ടൻറ്റ് വകുപ്പ്. അതിൽ 3 to 7 years വരെ പണിഷ്മെൻ്റ് ഉണ്ട്, മാക്സിമം 7. പിന്നെ 25,000 അല്ലാതെ ഉള്ളത്. പിന്നെ ഈവൻ ഹണ്ടിങ്ങിൻ്റെ ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ ഉള്ളത് ഇല്ലിസിറ്റ് അനധികൃതമായി ഇത് കയ്യിൽ വെക്കുന്നത്, അതും കുറ്റകരമാണ്. ആ 2 കേസുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ മേജറായിട്ടുള്ളത്. പിന്നീടുള്ളത് ഗിഫ്റ്റ് എന്ന് പറയുന്ന അറിഞ്ഞോ അറിയാതെ വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾസ് ഒന്നും കൈവശം വെക്കാനായിട്ട് നിയമപരമായി അനുവദിക്കുന്നില്ല. അറിയാതെ പോലും അത് ചെയ്യാൻ പാടില്ല. അതാണ് ആ കുറ്റത്തിന്റെ ഒരു ഡെൻസിറ്റി അവിടെയാണ് വരുന്നത്. വേട്ടയാടെ ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന ആൾ എങ്ങനെ കിട്ടിയെന്നുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ വേട്ടയിൽ ഇയാൾക്ക് ബന്ധമില്ലെങ്കിൽ ഇയാളെ വേട്ട എന്നുള്ള പ്രശ്നം ഒഴിവാക്കി രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ്. അതിന്റെ ശരിക്കും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഇടയിൽ ആ സ്റ്റേജ് നിലവിൽ ഹണ്ടിങ്ങിന്റെ പ്രശ്നമുണ്ട്. ഇല്ല, പുലിപ്പല്ലാണെന്നോ ഒറിജിനലാണോ ഒന്നും അദ്ദേഹത്തിന് അന്ന് അറിയില്ലെന്നാണ് പുള്ളി പറയുന്നത്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ പുലിപ്പല്ല് തന്നെയാണെന്ന് നമുക്ക് ഉത്തമ വിശ്വാസം വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ടെസ്റ്റിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് അയക്കും. അത് കോടതിയാണ് അയക്കുന്നത്. അല്ല, പുള്ളി കൈ കിട്ടുമ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിലാണ് പുള്ളി എഴുതുന്നത്. പുള്ളി അന്വേഷണമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അയാളാണല്ലോ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒറിജിനൽ ആക്ച്വലി ഇയാളിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് മാറും. അദ്ദേഹമാണ് റിയൽ. അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. ഇല്ല അഡ്രസ്സ് പോലും ഇവൻ ഇപ്പം നമ്മൾ മൊഴി ഒക്കെ എടുത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ നിന്ന് കിട്ടി. ഇനിയിപ്പോൾ കൂടുതൽ നമുക്കൊരു സമയപരിധിയുണ്ട്. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ യാത്രാ സമയം മാത്രമേ നമുക്ക് കോടതിയിൽ ഹാജരാക്കുന്നതിനായിട്ട് അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉച്ചയോടുകൂടി ഹാജരാക്കണം. അതിനുശേഷം നമ്മൾ ഇത് കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി 2 ദിവസം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇപ്പം തന്നെ കൊടുത്തിട്ട് റെഡിയാക്കി കഴിഞ്ഞു. അത് കൊടുത്തിട്ട് നമ്മൾ ഏറ്റുവാങ്ങിയിട്ട് ഇന്നും നാളെയും തൃശ്ശൂർ ഇയാളുടെ റൂമിൽ ഇനി ഫർദർ എന്തെങ്കിലും വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇപ്പോൾ 2 തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട്. പിന്നീട് ഇയാൾ മൊഴിയിലും ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയാൾക്ക് ഫോളോ ചെയ്യുന്ന ആളാണോ എന്നെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഫോൺ ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ കയ്യിലാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചോദിച്ചു വാങ്ങും. നമുക്ക് പോലീസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇയാളുടെ പേഴ്സണൽ ഫോണ് മറ്റു കാര്യങ്ങൾ അല്ല ഇൻസ്റ്റാഗ്രാമിൽ കയറാനല്ലേ ഫോണില്ല, നമ്മുടെ ഫോണിൽ നിന്നാൽ അയാളുടെ ID വെച്ച് കയറാമല്ലോ. കയറിയിട്ട് നമുക്ക് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യണം. അദ്ദേഹം തന്നെ പറഞ്ഞു ചെയ്യാം. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സമയപരിധിയുണ്ട്. കോടതിയായിട്ട് ബന്ധപ്പെട്ട് നിയമ നടപടികൾ 2 ദിവസത്തെ. ഇത് ഇല്ല, ഇദ്ദേഹത്തെ ഇനി ഇപ്പം ചോദ്യം ചെയ്ത് രഞ്ജിത്തല്ലാതെ വേറെ ഇപ്പം ആദ്യത്തെ ഒരു ഇതിൽ പുള്ളി കുറച്ച് ടെൻഷനിലൊക്കെ. പക്ഷെ അന്ന് കുറെ അധികം സംസാരിച്ചിരുന്നു. ഈ 2024 ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആ പ്രോഗ്രാം നടന്നത് മദ്രാസിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സ്ലാങ്ങിൽ നിന്നാണ് ശ്രീലങ്കയാണ് അപ്പോൾ കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ഐഡന്റിഫൈ അറിയണം. അവർ പറഞ്ഞത് അത് കുറച്ച് പേരുണ്ടായിരുന്നു. ആരൊക്കെ UK, ആരൊക്കെ ഫ്രാൻസ്, എല്ലാം ശ്രീലങ്കയിൽ നിന്നും അങ്ങോട്ട് പൗരത്വം എടുത്തവരാണ്. അപ്പോൾ ഇവരൊരു കോമൺ കണക്ട് ചെയ്യുന്ന ഫാക്ടറി അമ്മ അല്ലെങ്കിൽ ഇവരൊക്കെ ആ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രേസ് ചെയ്യേണ്ടതാണ്, കണ്ടെത്തണം, പരിശോധിക്കാൻ അന്വേഷണം നടത്തും.
ഇപ്പം അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമോ എന്നുള്ളത് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ അറിയാൻ പറ്റും.